എന്തുകൊണ്ട് തൃശൂരിൽ ഇത്തവണ സുരേഷ് ഗോപി ജയിക്കും? ചോദ്യം നരേന്ദ്രമോദിയുടേതാണ്. കുന്നംകുളത്ത് നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിനിടയിൽ ബി.ജെ.പി. പ്രവർത്തകരെ അടുത്തു വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃശൂരിൽ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതയെക്കുറിച്ചാണ് മോദി പ്രവർത്തകരോട് ചോദ്യങ്ങൾ ചോദിച്ചത്. സുരേഷ് ഗോപി വിജയിക്കും എന്നാണ് പ്രതീക്ഷ എന്ന് ഓരോ പ്രവർത്തകരും ഒരേ സ്വരത്തിൽ തന്നെ പ്രധാനമന്ത്രിയെ അറിയിച്ചു. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കാരണം എന്ന് നരേന്ദ്രമോദി ബി.ജെ.പി. പ്രവർത്തകരോട് ചോദിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളും വികസന നയങ്ങളും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഗുണകരമാകുമെന്നാണ് പ്രവർത്തകർ ഇതിന് മറുപടി നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ ഏതെല്ലാം പദ്ധതികളാണ് കേരള ജനതയ്ക്ക് പ്രിയപ്പെട്ടതെന്ന് മോദി ചോദിച്ചു. പ്രവർത്തകർ പല പദ്ധതികളുടെയും പേരുകൾ പറഞ്ഞതോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞ ശേഷം മോദി യാത്രയാവുകയായിരുന്നു. പൂരനഗരിയിൽ നടപ്പിലാക്കാൻ പോകുന്ന വാഗ്ദാനങ്ങൾ ജനങ്ങളോട് പങ്കുവച്ചിരിക്കുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുന്നതുൾപ്പെടെ 13 വാഗ്ദാനങ്ങളാണ് സുരേഷ് ഗോപി ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. എന്തൊക്കെയാണ് ആ വാഗ്ദാനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടും. 2, തൃശൂരിന്റെ ഏറ്റവും വലിയ മാർക്കറ്റായ ശക്തൻ മാർക്കറ്റ് മാലിന്യമുക്തമാക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിപ്പിക്കും. 3, മാലിന്യത്തിൽ നിന്നും വെള്ളക്കെട്ടിൽ നിന്നും നഗരത്തെ മോചിപ്പിക്കും. 4, കേരളത്തെ സാംസ്കാരിക നഗരമാക്കുന്നതിനായി അന്താരാഷ്ട്ര നിലവാരമുള്ള നോളജ് സിറ്റി നടപ്പിലാക്കും. 5, ഗുരുവായൂർ തിരൂർ റെയിൽപാത ഇരട്ടിയാക്കും എന്നതാണ്. 6, ദേശീയപാത 544 മണ്ണുത്തിയിൽ നിന്ന് ചുണ്ടൻ ഗുരുവായൂർ വഴി ദേശീയപാത 66ലേക്ക് ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും. 7, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി എന്നിവയുടെ വികസനം നടപ്പിലാക്കും. 8, കായിക മേഖലയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ കോർപ്പറേഷൻ സ്റ്റേഡിയം ആധുനികവൽക്കരിക്കും. കോൾപ്പാടങ്ങളിലെ ഊർജ പ്രതിസന്ധിക്ക് 9, കോൾപ്പാടങ്ങളിലെ ഊർജ പ്രതിസന്ധിക്ക് പരിഹാരമായി സോളാർ പദ്ധതികൾ നടപ്പിലാക്കും. 10, ഷൊർണൂരിൽ നിന്ന് നെഞ്ചങ്കോട്ടയിലേക്കുള്ള റെയിൽപാത യാഥാർത്ഥ്യമാക്കും. 11 പറയുന്നത് മോദി സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നാണ്. 12, കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഭാരത് പദ്ധതി പ്രകാരം റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തും. അവസാനത്തെ വാഗ്ദാനം, കേന്ദ്ര സർക്കാരിന്റെ ജൽ ജീവൻ മിഷൻ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കി പൊതുജനങ്ങൾക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുമെന്നാണ്.